എല്ലാവരും ഏറെ കാത്തിരുന്ന ആമസോൺ പ്രൈം ഡേ സെയിൽ ആരംഭിച്ചിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഇലക്ട്രോണിക്സ്, ഫാഷൻ, ഹോം അപ്ലയൻസസ് തുടങ്ങിയ വിഭാഗങ്ങളിലെല്ലാം വലിയ വിലക്കിഴിവുകളും മികച്ച ഓഫറുകളുമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. എന്നാൽ ഇത്തരം വമ്പൻ സെയിലുകളിൽ സാധനങ്ങൾ വാങ്ങുമ്പോൾ നമ്മുടെ ബജറ്റ് കൈവിട്ടുപോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെയാണ് ആമസോൺ പേ ലേറ്റർ നമുക്ക് സഹായകരമാകുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഈ പ്രൈം ഡേ സെയിലിൽ ആമസോൺ പേ ലേറ്റർ സൗകര്യം എങ്ങനെ പ്രയോജനപ്പെടുത്താം, ഇത് എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാമെന്നുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആമസോൺ പേ ലേറ്റർ എന്നത് ആമസോൺ നൽകുന്ന ഒരു ഡിജിറ്റൽ ക്രെഡിറ്റ് സേവനമാണ്. ഇതിലൂടെ നിങ്ങൾക്ക് ആമസോണിൽ സാധനങ്ങൾ വാങ്ങി പണം ഉടൻ അടയ്ക്കാതെ പിന്നീട് അടക്കാനോ അല്ലെങ്കിൽ EMI ആയി അടക്കാനോ കഴിയും. പ്രൈം ഡേ സെയിലിൽ ഈ സൗകര്യം ഉപയോഗിക്കാൻ താൽപ്പര്യമുള്ളവർക്ക് വെറും 2 മിനിറ്റ് കൊണ്ട് ഇത് ഡിജിറ്റലായി ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും. അതിനായി ആദ്യം നിങ്ങളുടെ ആമസോൺ മൊബൈൽ ആപ്പ് ഓപ്പൺ ചെയ്ത് ആമസോൺ പേ ഡാഷ്ബോർഡിലേക്ക് പോവുക. അവിടെ കാണുന്ന ആമസോൺ പേ ലേറ്റർ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ പേരും മൊബൈൽ നമ്പറും എൻ്റർ ചെയ്യുക. നെക്സ്റ്റ് നിങ്ങളുടെ പാൻ കാർഡ് നമ്പറും ജനനത്തീയതിയും എൻ്റർ ചെയ്ത് ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് അഗ്രി ആൻഡ് കണ്ടിന്യൂ പ്രസ് ചെയ്യുക. തുടർന്ന് ആധാർ നമ്പറും ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പറിലേക്ക് വരുന്ന OTPയും നൽകുക. ഫൈനലി നിങ്ങളുടെ എംപ്ലോയ്മെന്റ് ടൈപ്പ് ആൻഡ് മന്ത്ലി ഇൻകം കൂടി നൽകിയാൽ ആമസോണിന്റെ ലെൻഡിംഗ് പാർട്ട്ണർ നിങ്ങളുടെ പ്രൊഫൈൽ പരിശോധിച്ച് നിങ്ങൾക്ക് അനുവദിച്ച ക്രെഡിറ്റ് ലിമിറ്റ് സ്ക്രീനിൽ കാണിക്കും. അവസാനമായി നെറ്റ് ബാങ്കിംഗോ ഡെബിറ്റ് കാർഡോ ഉപയോഗിച്ച് ഓട്ടോ റീപേയ്മെന്റ് മാൻഡേറ്റ് കൂടി സെറ്റ് ചെയ്താൽ പ്രക്രിയ പൂർത്തിയായി. ഇനി പ്രൈം ഡേ സെയിലിൽ ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. നിങ്ങളുടെ പേ ലേറ്റർ ലിമിറ്റ് ആക്റ്റീവ് ആയിക്കഴിഞ്ഞാൽ സാധാരണ പോലെ സാധനങ്ങൾ കാർട്ടിലേക്ക് ചേർക്കുക. പേയ്മെന്റ് പേജിലെത്തുമ്പോൾ UPO ക്രെഡിറ്റ് കാർഡോ തിരഞ്ഞെടുക്കുന്നതിന് പകരം ആമസോൺ പേ ലേറ്റർ എന്നത് പേയ്മെന്റ് ഓപ്ഷനായി സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പേ നെക്സ്റ്റ് മന്ത് അല്ലെങ്കിൽ വിവിധ EMI പ്ലാനുകൾ കാണാൻ സാധിക്കും. നിങ്ങളുടെ ബജറ്റിന് അനുയോജ്യമായ പ്ലാൻ തിരഞ്ഞെടുത്ത് ഒരൊറ്റ ക്ലിക്കിൽ ഓർഡർ കൺഫേം ചെയ്യാം. എന്നാൽ ഓർക്കുക, ആവശ്യത്തിന് മാത്രം സാധനങ്ങൾ വാങ്ങുക. നിങ്ങളുടെ ബജറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ മാത്രം ഷോപ്പ് ചെയ്യുക. അടുത്ത മാസം തുക അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കായി കുറയുന്നതിന് മുൻപ് അക്കൗണ്ടിൽ ആവശ്യത്തിന് പണം ഉറപ്പാക്കുകയും ചെയ്യുക. എല്ലാവർക്കും മികച്ച പ്രൈം ഡേ ഷോപ്പിംഗ് ആശംസിക്കുന്നു.